ലാപ്ലാസ് ട്രാൻസ്ഫോം 4ന്റെ സെക്കൻഡ് പാർട്ട്, വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പൾസ് ഓഫ് എ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ മുതലാണ്. അപ്പോൾ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് എഫ് ഓഫ് ടി ഓവർ എ ടൈം ഇൻ്റർവൽ കെ ഈസ് ദ ഇൻ്റഗ്രൽ ഫ്രം എ ടു എ പ്ലസ് കെ എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ യൂഷ്വലി വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. അങ്ങനത്തെ ഒരു ഫോഴ്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും? അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സച്ച് എ ഫംഗ്ഷൻ, അതായത് ഇങ്ങനെ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇൻ്റർവെല്ലുള്ള ടൈപ്പിലുള്ള ഫംഗ്ഷൻ, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, അതിന് നമ്മൾ യൂഷ്വലി അങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്നാണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് കെ ഓഫ് ടി മൈനസ് എ എന്നുള്ള രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ മുതൽ എ പ്ലസ് കെ വരെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1/k ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഈ ഫംഗ്ഷൻ്റെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കെ ചെറുതാവുന്നതനുസരിച്ച്, അതായത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതിൽ വാല്യൂ ഉള്ള ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ചെറുതാവുന്നതനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ കെ 0ലേക്ക് പോകുന്തോറും നമുക്ക് കാണാൻ പറ്റും 1/kൻ്റെ വാല്യൂ കൂടി അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ എഫ് കെ ഓഫ് ടി മൈനസ് യുടെ ഗ്രാഫാണ്. അതായത് A0 മുതൽ A പ്ലസ് കെ 0 വരെ ആണ് ഫംഗ്ഷന് ആകെ കൂടി വാല്യൂ ഉള്ളത്, അതിൻ്റെ വാല്യൂ 1 ആണ്. ബാക്കി എല്ലാ സ്ഥലത്തും ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെ കെ = 1 ആണ്. അപ്പോൾ ഞാനത് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ കെയുടെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. അപ്പോൾ കെയുടെ വാല്യൂ 0യിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നു. അതായത് കെയുടെ വാല്യൂ 0യിലേക്ക് പോകുമ്പോൾ ആ ഫംഗ്ഷന് എയിൽ മാത്രം വാല്യൂ എത്ര വരും? 1/k, അതായത് 1/k, കെ ടെൻഡിങ് ടു 0, 1/k എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. അതായത് ആ ഫംഗ്ഷൻ്റെ വാല്യൂ എയിൽ മാത്രം ഇൻഫിനിറ്റി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തൊരു പേര് വിളിക്കാം? അതിനെ നമുക്ക് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എ = ഇപ്പോൾ ഈ കാണുന്നത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ അല്ല, ഇത് എഫ് കെ ഓഫ് ടി മൈനസ് എ ആണ്. ഇതിൽ കെ ടെൻഡിങ് ടു 0 വരുമ്പോൾ എയിൽ ആ ഫംഗ്ഷന് വാല്യൂ ഇൻഫിനിറ്റിയും ബാക്കി എല്ലാ സ്ഥലത്തും ആ ഫംഗ്ഷന് 0യും വരും. അപ്പോൾ എയിൽ മാത്രം ഇൻഫിനിറ്റിയും ബാക്കി എല്ലാ സ്ഥലത്തും 0 ഉള്ള ആ ഫംഗ്ഷനെ നമ്മൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഫംഗ്ഷൻ വേറെ രീതിയിൽ പലപ്പോഴും അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ സാധാരണ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഫംഗ്ഷനാണ്. കാരണം നമുക്ക് കാണാൻ പറ്റും ഈ ഇൻ്റഗ്രേഷൻ, നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഓർ ബി ദ വാല്യൂ ഓഫ് എ, വാട്ട് ഓർ ബി ദ വാല്യൂ ഓഫ് കെ, നമുക്ക് കാണാൻ പറ്റും ദ ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, അതായത് മറ്റൊരു രീതി പറഞ്ഞാൽ ഇമ്പൾസ് ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ അത് 1 ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ചെയ്ത് തന്നെ കാണിക്കാൻ പറ്റും. ഇൻ്റഗ്രേഷൻ ഫ്രം എ ടു എ പ്ലസ് കെ എഫ് കെ ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഹിയർ എഫ് കെ ഓഫ് ടി മൈനസ് എ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എഫ് കെ ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ 1/k ആയിരിക്കും, ബാക്കി എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. എ മുതൽ എ പ്ലസ് കെ വരെ 1/k ആയിരിക്കും, ബാക്കി എല്ലാ സ്ഥലത്തിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇഫ് യു ഡു ദ ഇൻ്റഗ്രേഷൻ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് 1/k ഇൻറ്റു എ പ്ലസ് കെ മൈനസ് എ, ദാറ്റ് ഈസ് 1/k ഇൻറ്റു കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ ഇത് എഫ് കെ ഓഫ് ടി മൈനസ് എനെ കുറിച്ച് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഇനി അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. സോ യു ഹാവ് L of fk of t minus a is equal to, okay, before that നമുക്ക് കാണാൻ പറ്റും 1/k എന്ന് പറയുന്ന വാല്യൂ എയുടെയും എ പ്ലസ് കെൻ്റെയും ഇടയിൽ മാത്രമേ ഉള്ളൂ. സോ വിച്ച് മീൻസ് ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 ഇൻറ്റു 1/k. ആ 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് 2 യൂണിറ്റ് ഫംഗ്ഷൻസ്, ദാറ്റ് ഈസ് u of t minus a മൈനസ് u of t minus of a plus k എന്ന് പറയാൻ പറ്റും. സോ ഇൻ ഓർഡർ ടു ടേക്ക് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം you just need to take the Laplace transform of 1/k times the difference of unit functions. കാരണം the unit functionsൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ 1/k കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ u of t minus a യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം e raised to minus as by s ആണ്. അതുപോലെ u of t minus a plus k യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ e raised to minus a plus k into s by s ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? 1/s പുറത്തെടുക്കാം, അതുപോലെ തന്നെ e raised to minus as പുറത്തെടുക്കാം. സോ ഇറ്റ് ബിക്കംസ് e raised to minus as by ks into
ആദ്യത്തെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് കെ എസ്. സോ ദിസ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എ. പക്ഷെ നമുക്ക് ഈ ഫംഗ്ഷനിലാണ് നമുക്ക് താല്പര്യം, നമുക്ക് കെ ടെൻഡിങ് ടു 0 ആയിട്ടുള്ള കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ, അതിനെ നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്, ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസുകൾ നമ്മൾ ഇനി ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ കൂടി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഡെഫിനേഷൻ നമുക്കറിയാം എന്താണ്. ഡെൽറ്റ ഓഫ് ടി മൈനസ് എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്, ബാക്കി എല്ലാ സ്ഥലത്തും ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇനി അതിൻ്റെ ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻ്റഗ്രൽ. ഓൾറെഡി നമുക്ക് എഫ് കെ ഓഫ് ടി മൈനസ് എയുടെ ഇൻ്റഗ്രൽ അറിയാം. സോ വിച്ച് മീൻസ് ദാറ്റ് അതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് കെ ടെൻഡിങ് ടു 0 നമുക്ക് എന്ത് കിട്ടും? 1ന് കെ ടെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. അതുപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. നമുക്ക് എഫ് കെ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിൽ കെ ടെൻഡിങ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് the Laplace transform of delta of t minus a. Okay, so that is limit k tending to 0 f k of t minus a യുടെ Laplace transform. അപ്പോൾ എഫ് കെ ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മളവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റ് കെ ടെൻഡിങ് ടു 0. ഇറ്റ് ഈസ് യു ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് ഇൻറ്റു 1 മൈനസ് അല്ലേ, അങ്ങനെ എഴുതില്ലേ, 1 മൈനസ് e raised to minus ks. ഓക്കെ ഓക്കെ, ഡിനോമിനേറ്റർ ks എന്നുള്ളതാണ്. ഇനി അതിൽ k ഇൻവോൾവ് ചെയ്യാത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് k ടെൻഡിങ് ടു 0 1 മൈനസ് ഇ റേസ് ടു മൈനസ് കെ എസ് ബൈ കെ, അത് 0/0 ഫോമിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കെ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഡെറിവേറ്റീവ് എന്തായി കെ എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ ഡെറിവേറ്റീവ് എന്ത് വരും? അവിടെ ഒരു മൈനസ് എസ് എന്നുകൂടി നമുക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓൾറെഡി ദർ ഇസ് എ മൈനസ് നെഗറ്റീവ് സൈൻ, സോ ഇറ്റ് ബിക്കംസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എസ് ബൈ 1. നൗ ഇഫ് യു അപ്ലൈ കെ ടെൻഡിങ് ടു 0 യു ക്യാൻ സീ ദാറ്റ് ദിസ് പാർട്ട് ബിക്കംസ്, അതായത് ഇ റേസ് ടു മൈനസ് കെ എസിൽ കെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 ആയത് 1 ആയി. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് ഇൻറ്റു എസ്, ഇവിടെ എസ് എസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് our Dirac delta function is e raised to minus as. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് കാണാം. സോ യു ഹാവ് ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആർ ഓഫ് ടി എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന ഭാഗം, രണ്ട് പോസിബിലിറ്റി അവർ തന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് 51A ആൻഡ് 51B. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. വൈ ഡബിൾ ഡാഷ് എന്താണ്, വൈ ഡാഷ് എന്താണ്, നമുക്ക് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നാണ്. നമ്മുടെ എവർ ഗ്രീൻ മെമ്മറി ആയിരിക്കണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ലെറ്റേഴ്സ് ഞാനത് അവിടെ എഴുതിയിട്ടുണ്ട്. എൽ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ വൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എൽ ഓഫ് വൈ ഡാഷ്, ഇത് തൊട്ട് മുമ്പത്തെ ഡെഫിനിഷൻ നോക്കുക. എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് വൈ മൈനസ് വൈ ഓഫ് 0 ആണ്. വൈ ഓഫ് 0 നമുക്കറിയാം. അതുപോലെ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ക്യാപിറ്റൽ വൈ മൈനസ് എസ് വൈ 0 മൈനസ് വൈ ഡാഷ് 0. ഇതൊക്കെ ഇവിടെ വൈ ഓഫ് 0ഉം വൈ ഡാഷ് ഓഫ് 0 ഒക്കെ 0 ആണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഈ പറഞ്ഞ കേസിലുള്ള എൽ ഓഫ് സ്മോൾ വൈ, എൽ ഓഫ് വൈ ഡാഷ്, എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. Now you apply Laplace transform on the LHS and RHS of the this differential equation. ഇവിടെ എൽ എച്ച് എസിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആർ എച്ച് എസിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അതിനെ എൽ ഓഫ് ആർ ഓഫ് ടി എന്ന് മാത്രമായിട്ട് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ലീനിയാരിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എൽ ഓഫ് ആർ ഓഫ് ടി. ഓക്കെ, ആർ എച്ച് എസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ലെറ്റസ് സി ദ എൽ എച്ച് എസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എസ് സ്ക്വയർ വൈ പ്ലസ് 3sy പ്ലസ് 2y ഇസ് ഈക്വൽ ടു എൽ ഓഫ് ആർ ഓഫ് ടി. നമുക്കിതിനെ രണ്ട് കേസുകളായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. 51A, അതായത് ഇവിടെ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ഓഫ് ടു ലാപ്ലേസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എൽ എച്ച് എസിൽ വ്യത്യാസമൊന്നുമില്ല. സോ യു ഹാവ് എസ് സ്ക്വയർ വൈ പ്ലസ് 3sy പ്ലസ് 2y ഇസ് ഈക്വൽ ടു ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് എൽ ഓഫ് ആർ ഓഫ് ടി. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നതാണ്. അവിടെ എയുടെ വാല്യൂ ആദ്യത്തേൽ 1 ആണ്, അടുത്തതിൽ എയുടെ വാല്യൂ 2 ആണ്.
So it becomes e raised to minus as base. Okay, that is e raised to minus s base minus e raised to minus 2s base. ഇനി നമുക്ക് ഇതിൽ ക്യാപിറ്റൽ വൈ കണ്ടുപിടിക്കുക, അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ വൈ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ taking everything outside, sorry, capital Y outside, you will have capital Y into s square plus 3s plus 2 is equal to, right hand side നമുക്ക് 1 base പുറത്തെടുക്കാം. So it becomes e raised to minus s minus e raised to minus 2s, or capital Y is 1 by s into 1 by s square plus 3s plus 2 into e raised to minus s minus e raised to minus 2. ശരിയല്ലേ? ഓക്കെ, സോ അത് ഇതിൽ നമുക്കിത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ്, അതായത് ഒരു ഇ റേസ് ടു മൈനസ് എ എസ് വന്നിട്ടുള്ള ഭാഗത്തിന് നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയർ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ഭാഗത്തിന് സം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, സോറി, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയാവും. അതിന് നമ്മൾ മെത്തഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ 1 by s into 1 by s plus 2 into 1 by s plus 1 എഴുതുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് പാർട്ടിന് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ യൂസിങ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഇറ്റ് ഈസ് പോസിബിൾ ടു ഇവാലുവേറ്റ് ദി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് പാർട്ട് ഈസിലി. ഇനി ആ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രമായിട്ടൊന്ന് വളരെ ക്വിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by s into s plus 1 into s plus 2 എന്ന് ആ ഓർഡർ തന്നെ എഴുതുക. So it is 1 by s into s plus 1 into s plus 2, that is equal to a by s plus b by s plus 1 plus c by s plus 2. ഇതിൽ മെത്തഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷനെ കുറിച്ച് ഇപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. ഓൾറെഡി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എസും ആർ എച്ച് എസും ഒക്കെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് s equal to 1, സോറി, s equal to -1, s equal to -2, s equal to 0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എ ബി സി വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ദ വാല്യൂസ് ആർ 1/2, -1 ആൻഡ് 1/2. ഓക്കെ, ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അതിന് നമുക്ക് സ്മോൾ എഫ് ഓഫ് ടി എന്നാണ് നൊട്ടേഷൻ നമുക്ക് അറിയാം. അത് എന്താണ് നമുക്ക് കാണാൻ പറ്റും? ഇറ്റ് ഈസ് 1/2 ഇൻറ്റു 1 by s ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വിച്ച് ഈസ് 1. Then -1 into 1 by s plus 1 ന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? e raised to minus t. അതുപോലെ പ്ലസ് 1/2 into 1 by s plus 2 ന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം e raised to minus 2t. ഓക്കെ, നമ്മൾ പഴയ ടേബിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇനി വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ വൈയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. That is small y, നമ്മുടെ ആക്ച്വൽ സൊല്യൂഷൻ ഓഫ് ദി പ്രോബ്ലം സ്മോൾ y, അതായത് y ഓഫ് ടി തന്നെയാണ്, ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ y വിച്ച് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. നമുക്ക് അതിനെ രണ്ട് ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്, സെക്കൻഡ് പാർട്ട് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s. നിങ്ങൾ തൊട്ടുമുമ്പത്തെ സെക്ഷനിൽ തൊട്ടുമുമ്പത്തെ ഭാഗങ്ങൾ പറഞ്ഞ ആ ഫോർമുല ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ജസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇ റേസ് ടു മൈനസ് എസ് ആണ് ഇവിടെ. ഇ റേസ് ടു മൈനസ് എസിൻ്റെ എയുടെ വാല്യൂ 1 ആണ്. സോ ദിസ് വാല്യൂ ഈസ് ജസ്റ്റ് എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ എയുടെ വാല്യൂ 1 ആണ്, രണ്ടാമത്തെ എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ദിസ് ബിക്കംസ് സ്മോൾ എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ആൻഡ് ഫോർ സെക്കൻഡ് പാർട്ട് ഇറ്റ് ഈസ് മൈനസ് സ്മോൾ എഫ് ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. റൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൻസർ ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇതിന് ആക്ച്വലി എഫ് ഓഫ് ടി എന്താണെന്ന് നമുക്കറിയാം. അതോ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് 1, എഫ് ഓഫ് ടി മൈനസ് 2 ഒക്കെ ഒന്ന് അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത് വരുന്നത്? നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിൽ തന്നെ ഒന്ന് ഈസി ആയിട്ട് തുടങ്ങാം. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? അതായത് ആദ്യം പറയുന്നത് എന്ന് വെച്ചാൽ യു ഓഫ് ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 2 അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. യു ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 മുതൽ 1 വാല്യൂ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. യു ഓഫ് ടി മൈനസ് 2 എന്ന് പറഞ്ഞാലോ 2 മുതൽ 1 വാല്യൂ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും?
ആദ്യം എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. അതായത് 1 മുതൽ ഈ ഗ്രാഫിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി മൈനസ് വൺ ആയിരിക്കണം. പക്ഷെ 2 മുതൽ എന്ത് സംഭവിക്കണം? അതിൽ നിന്ന് യു ഓഫ് ടി മൈനസ് ടു നമ്മൾ കുറച്ചേ പറ്റൂ, റൈറ്റ്? അപ്പോൾ 1 മുതൽ ആ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് ടി മൈനസ് വൺ ആണ്. ഇനി 2 മുതൽ ഓൾറെഡി ഉള്ള വാല്യൂവിൽ നിന്നും എന്ത് നമ്മൾ ഒഴിവാക്കണം? എഫ് ഓഫ് ടി മൈനസ് ടു ഒഴിവാക്കണം, റൈറ്റ്? അപ്പൊ നമുക്ക് ഈ വൈനെ കുറിച്ച് എന്ത് പറയാം? അതായത് നമ്മുടെ കിട്ടിയ ആൻസറിനെ കുറിച്ച് എന്ത് പറയാം? അപ്പൊ പ്രധാനമായിട്ട് ഇതിലുള്ള പോയിന്റ് 0യും 1ഉം 2 ആണ്, അല്ലെ? അതായത് 1ന് മുമ്പ് നമുക്ക് സംശയമൊന്നുമില്ല, അതിന്റെ വാല്യൂ 0 ആണ്. അതുപോലെ 1 മുതൽ 2 വരെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1 മുതൽ 2 വരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതിന്റെ വാല്യൂ യു ഓഫ് ടി മൈനസ് വൺ തന്നെയാണ്, എഫ് ഓഫ് ടി മൈനസ് വൺ തന്നെയാണ്. അതായത് എഫ് ഓഫ് ടി മൈനസ് വൺ യു ഓഫ് ടി മൈനസ് വൺ. ഇനി 2 മുതൽ എന്ത് സംഭവിക്കണം? 2 മുതൽ ഓൾറെഡി എഫ് ഓഫ് ടി മൈനസ് വൺ അവിടെ ഉണ്ടായിരുന്നു, അതിൽ എഫ് ഓഫ് ടി മൈനസ് ടു അതിൽ നിന്ന് കുറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ 2 മുതൽ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് ടി മൈനസ് വൺ മൈനസ് എഫ് ഓഫ് ടി മൈനസ് ടു. ഇതിൽ എഫ് ഓഫ് ടീനെ ഒന്ന് ഞാൻ അവിടെ മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, y is equal to for t less than 1 the value is 0, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ between 1 and 2 the value is f of t minus 1. എഫ് ഓഫ് ടി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? ഹാഫ് മൈനസ്, ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ അതിൽ ടി മാറ്റി ടി മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ യു ആർ ഹാവിങ് എഫ് ഓഫ് ടി മൈനസ് വൺ. അത് 1 ലെസ് ആണെങ്കിൽ ടി ലെസ് ആണെങ്കിൽ 2. ഇനി അടുത്തത് 2 ലെസ് ആണെങ്കിൽ ടിയിൽ എന്ത് സംഭവിക്കണം? എഫ് ഓഫ് ടി മൈനസ് വൺ മൈനസ് എഫ് ഓഫ് ടി മൈനസ് ടു. എഫ് ഓഫ് ടി മൈനസ് വൺ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ദെൻ എഫ് ഓഫ് ടി മൈനസ് ടു എന്ന് പറഞ്ഞാൽ ടി മാറ്റി ടി മൈനസ് ടു കൊടുക്കുക എഫ് ഓഫ് ടിയിൽ. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും, ദിസ് എക്സ്പ്രഷൻ യു ആർ ഹാവിങ് for 2 less than or equal to t. So this is the final answer for the problem F51A. Now let us move to problem number 51B. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും അവിടെ LHS നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്ത വർക്ക് തന്നെയാണ്, RHS മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ LHS അതുപോലെ തന്നെ എഴുതി. RHSൽ ഡെൽറ്റ ടി മൈനസ് വൺ ഫംഗ്ഷൻ ഉള്ളത്, ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ. അതിന് നമുക്കറിയാൻ പറ്റും അത് ഇ റേസ് ടു മൈനസ് എസ് ആണ്, അതിൻ്റെ ഇ റേസ് ടു മൈനസ് എസ് ആണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ വൈ കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, ഓൾറെഡി നമ്മൾ ചെയ്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാറ്റ് ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s+1 ഇൻറ്റു s+2 ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ന്യൂമറേറ്ററിൽ 1 അല്ലേ, അപ്പോൾ ന്യൂമറേറ്ററിൽ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു s+2 മൈനസ് s+1 കൊടുത്താൽ മതി. ഓക്കെ, സോ ഇറ്റ് ഈസ് s+2 മൈനസ് s+1. ന്യൂമറേറ്റർ 1 ആയി കഴിഞ്ഞു. ദെൻ യു ഹാവ് ഡിനോമിനേറ്റർ s+1 s+2. അപ്പോൾ ഓരോ ന്യൂമറേറ്ററിൽ ഓരോന്നിനെയും നമ്മൾ ഈ ഡിനോമിനേറ്ററിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് 1/s+1 മൈനസ് 1/s+2. അപ്പോൾ ഇത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഇതിൽ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇത് ഉപയോഗിക്കണമെന്നില്ല. ഇവിടെ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ആണ്. ദി സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സ്മോൾ വൈ വിച്ച് ഇസ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ. ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈക്ക് പകരം എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, അല്ലേ? അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you can see that this is f of t minus 1 into u of t minus 1. okay, അപ്പോൾ എഫ് ഓഫ് ടി അറിയില്ല അല്ലേ? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് 2t. സോ എന്ത് പറയാം? ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 ടൈംസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പോൾ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്ന് എഴുതുന്നതിലും നല്ലത് എന്താണ്? അപ് ടു 1 അല്ലെങ്കിൽ ബിഫോർ 1 ദ വാല്യൂ ഇസ് 0, ആഫ്റ്റർ 1 ദ വാല്യൂ ഇസ് ദിസ് എന്ന് നമ്മൾ കാണിച്ചാൽ മതിയോ? സോ ദിസ് വാല്യൂ ഇസ് ആഫ്റ്റർ 1 ആൻഡ് ബിഫോർ 1 ദി വാല്യൂ ഇസ് 0. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദി പ്രോബ്ലം 51B ഇസ് ഡൺ. അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് അടുത്ത സെക്ഷനിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ പഠിച്ചു. ഇവരുടെ ഓരോരുത്തരുടെയും
ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടിരുന്നു. യു ഓഫ് ടി മൈനസ് വണ്ണിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ എസ് ബേസ് ആയിരുന്നു. അതുപോലെ ഡെൽറ്റയുടെ ഇ റേസ് ടു മൈനസ് എ എസ് മാത്രമായിരുന്നു. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇനി നിങ്ങൾക്ക് സം പ്രോബ്ലംസ് ടു വർക്ക് ഫ്രം ഹോം. വളരെ കെയർഫുള്ളായിട്ട് ഈ പ്രോബ്ലംസ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. സോ ട്രൈ ടു ഡു these problems using the methods given in this section, in these two sections. Okay, so thank you very much.